അലിഫ്ലാമീം എന്നത് ഈ സൂറയുടെ ഒരു പേരാണ്. അൽ ബക്കറയുടെ ഒരു സെക്കൻഡ് നെയിമായിട്ട് നമുക്ക് അലിഫ്ലാമീം കാണാം. അലിഫ്ലാമീം കൊണ്ട് തുടങ്ങുന്ന മറ്റു സൂറകളുണ്ട്. അപ്പോൾ ആ സൂറയും ഈ സൂറയും തമ്മിൽ ഈ സൂറയും സദൃശ്യമുണ്ട്. ഇതിൽ ഒരുപാട് പ്രമേയത്തിലും അല്ലെങ്കിൽ അതിൻ്റെ ശൈലിയിലും വിഷയങ്ങളിലൊക്കെ ഒരുപാട് സാമ്യതകളുണ്ട്. ഹുറൂഫുൽ മുഖത്താഴത്തിൽ ഒരേ ഹർഫുകൾ കൊണ്ട് തുടങ്ങുന്ന സൂറകളുണ്ടെങ്കിൽ ആ സൂറകൾ തമ്മിൽ അത്തരത്തിലുള്ള സാദൃശ്യം നമുക്ക് കാണാൻ കഴിയും. ഈ സൂറയുടെ മൊത്തം ഒരു ഓവർവ്യൂ, ഇതിൻ്റെ ഒരു തീം കുറച്ച് മുന്നോട്ടെത്തിയിട്ട് നമുക്ക് വിശദീകരിക്കാം. ഇന്ന് നമുക്ക് ആദ്യത്തെ 5 ആയത്തുകൾ അത് സെപ്പറേറ്റ്ലി സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. സൂറ ബക്കറയിലെ ആദ്യത്തെ 5 ആയത്തുകൾ നേരത്തെ സൂറ ഫാത്തിഹയൊക്കെ എഴുതിയ മാതിരി ഒരൊറ്റ പേജിലാണ് കംപ്ലീറ്റ് എഴുതുന്നത്. സ്റ്റാൻഡേർഡായിട്ട് പ്രിൻ്റ് ചെയ്യുന്ന ഖുർആനിലൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സൂറ ഫാത്തിഹ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സൂറ ബക്കറയിൽ 5 ആയത്ത് ഒരു സെപ്പറേറ്റ് പേജിലാണ് പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പം അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ട് നമുക്ക് പിന്നീട് ഇതിൻ്റെ പ്രമേയത്തിലേക്കൊക്കെ കിടക്കാം. ദാലിക്കൽ കിതാബു, ദാറ്റ് കിതാബ്, ശരിക്കും അതിൻ്റെ അർത്ഥം അങ്ങനെയാണ്, ദാലിക്കൽ കിതാബു. ഈ ദാലിക്ക എന്ന് പറയുന്നത് ഓൾറെഡി മെൻഷൻഡ് ആയിട്ടുള്ള അറിയാവുന്ന ഒരു സംഗതിയെ കുറിക്കാനാണ്. നമ്മൾ അത് എന്ന് പറയുമ്പോൾ ആ സാധനം എന്നൊക്കെ ഒരാളോട് പറയണമെങ്കിൽ ആ സാധനം ഏതാണെന്നുള്ളത് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആയിരിക്കണം. ഇത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരാളോട് പറയുക പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ്. ഇതൊരു പേനയാകുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യലാണ്. പക്ഷേ ആ പേന എന്നൊക്കെ പറയുമ്പോൾ അത് എന്ന ഒരു ഡെമോൺസ്ട്രേറ്റീവ് കൊണ്ട് നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് ഓൾറെഡി അറിയാവുന്ന ഒരു സാധനമായിരിക്കണം. ആ അർത്ഥത്തിൽ ദാലിക്ക എന്ന് പറയുമ്പോൾ, ദാറ്റ് എന്ന് പറയുമ്പോൾ അറിയുന്ന ഒന്നാണ്. അപ്പോൾ ആ കിതാബ് എന്നാണ്. അപ്പോൾ ഏതോ കേൾക്കുന്നവർക്ക് ഇതാരോടാണോ പറയുന്നത് അവർക്ക് മനസ്സിലാവുന്ന എന്തിനെയോ കുറിച്ചാണ് പറയുന്നത്. ആ കിതാബ് എന്താണ്? കിതാബ് നമ്മൾ സാധാരണ കിതാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ചട്ടക്കുള്ളിലുള്ള ഒരു പുസ്തകം എന്നതാണ് നമ്മളെ ഉള്ളിലേക്ക് വരുന്നൊരു സെൻസ്, കിതാബ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഖുർആൻ ഈ മുസ്ഹഫിൻ്റെ ഉള്ളിലുള്ള കണ്ടൻ്റാണ് കിതാബ്. ഖുർആൻ അവതരിച്ച് തുടങ്ങുന്ന ആദ്യ നാളിൽ തന്നെ ഇത് കിതാബാണെന്ന് പറയുന്നുണ്ട്. അന്നൊന്നും ഒരു പുസ്തകം എന്നുള്ളൊരു സെൻസിലൊന്നുമില്ല, പുസ്തകമില്ല. പക്ഷേ ഖുർആനിൻ്റെ വചനങ്ങളാണ് കിതാബ്, അതിലാണ് കിതാബുള്ളത്. ശരിക്കും കിതാബ് എന്നത് കതബ എന്ന് പറഞ്ഞാൽ എഴുതി എന്നാണ്, കുത്തിബ എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ടു, അല്ലെങ്കിൽ കതബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമമാക്കി. ഖുർആനിൽ ഈ അർത്ഥത്തിൽ നമുക്ക് ഒരുപാട് ആയത്തുകൾ കാണാൻ കഴിയും. യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ്സിയാം, നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ നിയമമാക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുൽ ഖിസാസ് ഫിൽ ഖത്ല, കൊലയുടെ വിഷയത്തിൽ നിങ്ങൾക്ക് ജസ്റ്റ് റിട്രിബ്യൂഷൻ നിങ്ങൾക്ക് നിയമമാക്കിയിരിക്കുന്നു. അതുപോലെ കുത്തിബ അലൈക്കും ഇദാ ഹളറ അഹദക്കുമുൽ മൗത്തു ഇൻ തറക്കനിൽ ഖൈറ വസിയ, ആരെങ്കിലും ഒരു വലിയ സമ്പത്ത് വിട്ടേച്ച് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് വസിയത്തിനെ നിയമമാക്കിയിരിക്കുന്നു. മരണമാസന്നമായ ആൾക്ക് വസിയത്ത് നിയമമാക്കിയിരിക്കുന്നു. ഇങ്ങനെ കുത്തിബ എന്നത് നിയമമാക്കിയിരിക്കുന്നു, നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന അർത്ഥത്തിൽ സൂറ ബക്കറയിൽ തന്നെ നമുക്ക് കുറേ ആയത്തുകൾ കാണാം. കതബല്ലാഹുൽ ഇഹ്സാൻ അലാ കുല്ലി ഷൈ, അള്ളാഹു ഇഹ്സാനെ എല്ലാ കാര്യത്തിനും നിയമമാക്കിയിരിക്കുന്നു. ഇങ്ങനെ നിയമം എന്ന സെൻസിൽ കതബ, കുത്തിബ എന്ന വാക്കുകൾ നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയും. അല്ലെങ്കിൽ വിധി, യാ ഖൗമി ദുഖുലുൽ അർളൽ മുഖദ്ദസ, സൂറ മായിദയിൽ ബനു ഇസ്രായേലരോട് പറയുന്നുണ്ട്, നിങ്ങൾ പരിശുദ്ധമായ ഭൂമിയിലേക്ക് പ്രവേശിക്കൂ. അല്ലത്തി കതബല്ലാഹു ലക്കും, ആ ഭൂമി എങ്ങനെയാണ്? നിങ്ങൾക്ക് അള്ളാഹു വിധിച്ച ഭൂമി. നിങ്ങൾക്ക് അള്ളാഹു എഴുതിയത് മീൻസ് നിങ്ങൾക്ക് അള്ളാഹു വിധിച്ചത്. അതുപോലെ സൂറ തൗബയിൽ കാണാം, കുല്ലൻ യുസീബന ഇല്ലാമ കതബല്ലാഹു ലന, നമുക്കൊന്നും ബാധിക്കുകയില്ല അള്ളാഹു വിധിച്ചതല്ലാതെ. അപ്പോൾ ഈ വിധി, അതുപോലെ നിയമം എന്നൊക്കെയാണ് ഈ കതബ, കുത്തിബ എന്നൊക്കെ പറയുന്ന. കതബയുടെ പാസീവാണ് കുത്തിബ, എഴുതപ്പെട്ടു എന്നാണ് ലിറ്ററലി, അഥവാ നിയമമാക്കപ്പെട്ടു. ഇതേപോലെ നമ്മുടെ റെക്കോർഡ്സിന്, നമ്മുടെ കർമ്മങ്ങളുടെ റെക്കോർഡ്സ്, ഫഅമ്മാമൻ ഊത്തിയ കിതാബഹു ബി യമീനിഹി, ആരുടെയെങ്കിലും കിതാബ് അവരുടെ വലത് കൈയിലാണ് കൊടുത്തതെങ്കിൽ അവർ പറയും, ഹാവും ദാ നോക്ക്, വന്ന് നോക്ക്, സന്തോഷം കൊണ്ട് പറയും, ഇഖ്റഊ കിതാബിയ, എൻ്റെ ഈ ഏട്, എൻ്റെ ഈ റെക്കോർഡൊന്ന് വായിച്ചു നോക്ക് എന്നവർ വളരെ സന്തോഷത്തിൽ പറയുന്ന ഒരു മൊമെൻ്റ് ഖുർആൻ പറയുന്നുണ്ട്. ആർക്കാണോ അവരുടെ റെക്കോർഡ് വലത് കൈയിൽ കൊടുക്കുന്നത്, അവരുടെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന മാതിരി.
ഇന്നി ലനൻതു അന്നി മുലാഖിൻ ഹിസാബിയ, ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ വിചാരണ നേരിടേണ്ടി വരുമെന്ന്, പക്ഷേ വിചാരണയൊന്നും നേരിട്ടില്ല, ഇതാ എൻ്റെ സർട്ടിഫിക്കറ്റ്, എൻ്റെ റെക്കോർഡ് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷം പങ്കുവെക്കുന്നത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ വാമ്മാമൻ ഊത്തിയ കിതാബു ബി ഷിമാലി, ആർക്കെങ്കിലും ഇടത് കയ്യിൽ കിതാബ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ കിതാബ് ഉദ്ദേശിക്കുന്നത് റെക്കോർഡ്സാണ്. അപ്പോൾ കിതാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതപ്പെട്ട, നിയമമാക്കപ്പെട്ട, വിധിക്കപ്പെട്ട സംഗതികളാണ്. അപ്പം അള്ളാഹുവിൻ്റെ നിയമം എന്നതാണ് കിതാബിൻ്റെ ഒരു സെൻസ്. അള്ളാഹുവിൻ്റെ വിധി, അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ, അവൻ്റെ നിയമം. ഈ അർത്ഥത്തിൽ തന്നെയാണ് തോറ എന്നുള്ള വാക്കും. തോറാത്തെ മോശ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൂസയുടെ നിയമം എന്നാണ്. തോറയുടെ ഒരർത്ഥം നിയമം, ഡിക്ലറേഷൻ അല്ലെങ്കിൽ ടീച്ചിങ്സ്, നിയമം എന്നൊക്കെയാണ്, ലോ എന്നൊക്കെയാണ് അതിൻ്റെ ലിറ്ററൽ അർത്ഥം പറയാറ്. അതേ അർത്ഥത്തിൽ തന്നെയാണ് ഹീബ്രു ബൈബിളിനെ മുഴുവൻ ക്രിസ്ത്യാനികൾ ഓൾഡ് ടെസ്റ്റമെൻറ്റ്, പഴയ നിയമം എന്ന് പറയുന്നത്. അതുപോലെ ഗോസ്പൽസ് ഉൾപ്പെടെയുള്ളതിനൊക്കെ പുതിയ നിയമം. അപ്പോൾ ടെസ്റ്റമെൻറ്റ്, നിയമം എന്ന സെൻസിലാണ് അവർ ഹീബ്രു ബൈബിളിനെ മുഴുവൻ എടുക്കുന്നത്. അതേ സെൻസിൽ തന്നെയാണ് അൽ കിതാബ് അഥവാ അള്ളാഹു നൽകിയ നിയമങ്ങൾ, അള്ളാഹുവിൻ്റെ എന്നുമെന്നുമുള്ള നിർദ്ദേശങ്ങൾ. ആ സെൻസിൽ അൽ കിതാബിനെ ഡിവൈൻ റിറ്റ് എന്ന് മുഹമ്മദ് അസദ് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് കുറച്ചും കൂടെ ഇതിനോട് യോജിച്ച്, ഈ വാക്കിനോട് യോജിച്ച് നിൽക്കുന്ന ഒരു ഇംഗ്ലീഷ് ഇക്വലൻറ്റ്, ഡിവൈൻ റിറ്റ്. അപ്പോൾ ദൈവിക നിയമ സംഹിതയാണ് അൽ കിതാബ്. അപ്പോൾ ആ അൽ കിതാബ്, ദാലിക്കൽ കിതാബ്, ആ കിതാബ് എന്ന് പറയുമ്പോൾ ആ നിയമസംഹിത, എന്നും അള്ളാഹു നൽകിയിട്ടുള്ള ഒരു നിയമമുണ്ട്, ഡിക്ലറേഷൻസ് ഉണ്ട്. അള്ളാഹു മൂസക്ക് നൽകിയിട്ടുണ്ട്, തുടർന്ന് വന്ന പ്രവാചകന്മാർക്കും ഒക്കെ നൽകിയിട്ടുണ്ട്. ആ നിയമം ഓരോ കാലത്തും അള്ളാഹു അവതരിപ്പിച്ച നിയമം, അതിനെ അള്ളാഹു പുനരവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഓരോ സമയത്തും. അപ്പം പുതുതായിട്ട് അവതരിപ്പിക്കുമ്പോൾ പഴയതിനെ അതിലേക്ക് അസ്യൂം ചെയ്തുകൊണ്ടാണ് അവതരിപ്പിക്കുന്നത്. അതിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ടും അതിനെ അഡോപ്റ്റ് ചെയ്തുകൊണ്ടും അതിലെ ചില രീതിയിലൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് പുതിയതായിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നത്. അങ്ങനെ പുതുതായിട്ട് അവതരിപ്പിക്കുന്ന ഈ സാധനം അതുതന്നെയാണ്, അതേ കിതാബാണ്. അപ്പോൾ ഒരൊറ്റ കിതാബിനെ തന്നെയാണ് അള്ളാഹു വീണ്ടും വീണ്ടും അവതരിപ്പിക്കുന്നത്. ഈ കിതാബിൽ പഴയ എല്ലാം ഉൾക്കൊണ്ട അതേ കിതാബാണിത്. അപ്പോൾ അതാണ് ദാലിക്കൽ കിതാബ് എന്ന് പറഞ്ഞാൽ പഴയ പ്രവാചകന്മാർക്കൊക്കെ കൊടുത്ത അതേ കിതാബ് തന്നെയാണിത്, അതേ നിയമമാണ് ഇതിലുമുള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് ഖുർആനിൽ തന്നെ കാണാൻ കഴിയും, ഈ കിതാബിനെ സിംഗുലറായിട്ട് പ്രവാചകന്മാരെയും മലക്കുകളൊക്കെ ബഹുവചനത്തിൽ പറഞ്ഞ സമയത്ത് കിതാബിനെ സിംഗുലറായിട്ട് സൂറ ബക്കറയിൽ ലൈസൽ ബിറ എന്ന് തുടങ്ങുന്ന ആയത്തുണ്ടല്ലോ, 177-ാമത്തെ ആയത്ത്. അതിൽ ലൈസൽ ബിറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മഷിരിക്ക് വൽ മഗ്രിബി, മഷിരിക്കിലോ മഗ്രിബിലോ നിങ്ങൾ മുഖം തിരിക്കുന്നതല്ല പുണ്യം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പുണ്യത്തിൻ്റെ അടിസ്ഥാനം പറയുന്നുണ്ട്. അള്ളാഹുവിൽ വിശ്വസിക്കുക, ആമന ബില്ല വലാക്കിന്നൽ ബിറ മൻ ആമന ബില്ല. ബിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർക്കാണ്. അതുപോലെ യൗമുൽ ആഖിറ, അന്ത്യനാളിൽ വിശ്വസിക്കുന്നവർക്കാണ്. വൽ മലായിക്ക, മലക്കുകളിൽ വിശ്വസിക്കുന്നവർക്കാണ്. വൽ കിതാബി, കിതാബിൽ വിശ്വസിക്കുന്നവർക്കാണ്. വൻ നബിയീൻ, പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നവർക്കാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും അൽ കിതാബ് എന്ന് സിംഗുലർ ഏകവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിനു മുമ്പ് മലായിക്കത്ത് ബഹുവചനമാണ്, അതിനുശേഷം അൻ നബിയീൻ പ്രവാചകന്മാർ. അപ്പോൾ പ്രവാചകന്മാരുടെ കിതാബുകൾ എന്ന് പറഞ്ഞിട്ടില്ല, അൽ കിതാബ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഒരൊറ്റ കിതാബാണ് എല്ലാ പ്രവാചകന്മാരും അവതരിപ്പിച്ചത്. ഒരൊറ്റ കിതാബിൻ്റെ വ്യത്യസ്ത രൂപങ്ങളാണ്. അപ്പോൾ അതേ കിതാബാണിത്, എല്ലാ പ്രവാചകന്മാരും അവതരിപ്പിച്ച അതേ കിതാബ്, അതേ നിയമം, അതേ ഡിക്ലറേഷൻ, അള്ളാഹുവിൻ്റെ അതേ നിർദ്ദേശങ്ങൾ, അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് രൂപമാണിത്. അപ്പോൾ അതാണ് പറയുന്നത് ദാലിക്കൽ കിതാബ്, അതേ സാധനമാണിത്. ഇപ്പോൾ ഈ ദാലിക്കൽ കിതാബ് എന്ന് പറഞ്ഞാൽ ഗ്രാമാറ്റിക്കലി കംപ്ലീറ്റ് ആകുന്നില്ല. ദാലിക്കൽ കിതാബ് അവിടെ എന്തോ ഒന്ന് ബാക്കിയുണ്ട്, ദാറ്റ് ബുക്കെന്നേ ആകുന്നുള്ളൂ. അപ്പോൾ ആ ദാലിക്കൽ കിതാബു ഹാദ, ഇതാണ് ആ ഗ്രന്ഥമാണ്, അല്ലെങ്കിൽ ആ കിതാബാണ്. ഗ്രന്ഥം എന്ന് നമ്മൾ പറഞ്ഞു പോകുന്നതാണ്, പക്ഷെ കിതാബിന് കിതാബ് എന്ന് തന്നെ പറയുന്നതാണ് നല്ലത്. ആ കിതാബാണിത്, അതേ കിതാബ്, ലാ റൈബ ഫീഹി, അതിലൊരു സംശയമില്ല. അതിൻ്റെ പ്രത്യേകത എന്താ? ഹുദല്ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കുള്ള സന്മാർഗമാണ്, ഹുദയാണ്. പിന്നീട് അങ്ങോട്ട് മുത്തഖീങ്ങളുടെ സിഫത്താണ് പറയുന്നത്. മുത്തഖീങ്ങൾ എപ്രകാരമാണ്? മുത്തഖീങ്ങൾക്കുള്ള ഹുദനാണ്, സന്മാർഗമാണ്, ഹിദായത്താണ്. പിന്നീട് അങ്ങോട്ട് മുത്തഖീങ്ങളുടെ എന്താണ് അവരുടെ പ്രത്യേകത, അതിനെ 1 by 1 ആയിട്ട് ചുരുക്കിയിട്ട് പറയാണ്. അപ്പോൾ ഇത് മുത്തഖീങ്ങൾക്കല്ലാത്തവർക്കോ?
അവർക്കും ഇതാണ് ഹിദായത്ത്. മുത്തക്കീങ്ങളല്ലാത്ത ആളുകൾ മുത്തക്കീങ്ങളാകണം. അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കും ഇത് തന്നെയാണ് ഹിദായത്ത്. മുത്തക്കി എങ്ങനെയാണ് ആകുക? ഹിദായത്തില്ലാതെ എങ്ങനെയാണ് മുത്തക്കിയാകുക? ഈ മുത്തക്കിയാകുക തക്വയും ഹിദായത്തും തമ്മിലൊരു റെസിപ്രോക്കൽ ബന്ധമുണ്ട്. തക്വയുള്ള ആൾക്കാണ് ഹിദായത്ത് കിട്ടുക, ഹിദായത്ത് കിട്ടുന്ന ആൾക്കാണ് തക്വ വർദ്ധിക്കുക. തക്വ വർദ്ധിക്കുമ്പോൾ കൂടുതൽ ഹിദായത്ത് കിട്ടും, കൂടുതൽ ഹിദായത്ത് കിട്ടുന്ന ആളുടെ തക്വ കൂടുതൽ വർദ്ധിക്കും. ഇങ്ങനെ ഒരു സൈക്ലിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പക്ഷേ തക്വ എങ്ങനെയാണ് ഉണ്ടാകുക? തക്വ ചെറുതായിട്ടുള്ള ആളുകൾക്കല്ലേ ഹിദായത്ത് കിട്ടൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തക്വ അള്ളാഹുവിൻ്റെ ഹിദായത്തിനാൽ അള്ളാഹു നാച്ചുറലി നൽകിയിട്ടുണ്ട്. അള്ളാഹു മനുഷ്യൻ്റെ പ്രകൃതിയിൽ ഇംപ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു അതിനെക്കുറിച്ച് മനുഷ്യൻ്റെ നഫ്സിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ സംവിധാനത്തിൻ്റെ സംവിധാനിച്ച വിധത്തെക്കുറിച്ച് ഫ അൽഹമഹ ഫുജൂറഹ വ തഖ്വാഹ, അതിന് നാം ഇൽഹാം ചെയ്തു, ബോധനം ചെയ്തു. മനുഷ്യൻ്റെ മനസ്സിന് നഫ്സിന് ബോധനം ചെയ്തു. ഫുജൂറഹ വ തഖ്വാഹ, അതിൻ്റെ ഫുജൂറും തഖ്വയും ബോധനം ചെയ്തു. തഖ്വയുടെ നേരെ ഓപ്പോസിറ്റാണ് ഫുജൂർ. ഫജറ, ഖുർആനിൽ കാണാം ഫജ്ജർനൽ അർള ഒയൂന, ഭൂമിയിൽ നാം അരുവിയെ ഫജറ ഫാജിർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തിൻ്റെ പരിധി വിടലാണ്. ഫാജിറയായ കാരക്ക എന്ന് പറഞ്ഞാൽ അതിൻ്റെ നാച്ചുറൽ സ്റ്റേറ്റ് വിട്ട് നല്ല കെട്ടുപോകുന്ന ഒരവസ്ഥക്കാണ്, കെട്ടുപോയതിനാണ് പറയുന്നത്. അല്ലെങ്കിൽ ഫജ്ജറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുത്തി ഒലിക്കുക. ഫജ്ജർന ഖിലാലഹുമ നഹറ, അതിൻ്റെ ഇടയിലൂടെ ഒരു നെഹ്റിനെ, ഒരു തോടിനെ അല്ലെങ്കിൽ ഒരു പുഴയെ നാം കുത്തി ഒലിപ്പിച്ചു, അതിര് കവിഞ്ഞ് അത് ഒഴുകുന്ന രീതിയിലായി എന്ന് അള്ളാഹു ഒരു തോട്ടത്തെക്കുറിച്ച് പറയുന്നു. അതുപോലെ ഫജ്ജർനൽ അർള ഒയൂന, ഭൂമിയിൽ നാം ഉറവകളെ പൊട്ടിച്ചു. നമ്മൾ ഫജർ എന്ന് പറയുന്നത് തന്നെ, രാവിലത്തെ ഫജറിനെ പറയാനുള്ള കാരണം വെളിച്ചം, ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് വെളിച്ചം വരുന്നത് കൊണ്ടാണ് ഫജർ. അപ്പോൾ ഫാജിർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തിൻ്റെ അതിര് കവിയലാണ്. ഫാജിർ പരിധി ലംഘിക്കുന്ന മനുഷ്യനെയാണ് ഫാജിർ, തമ്മാടി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു സാധനത്തിൻ്റെ നാച്ചുറലായിട്ട് വരുന്ന പരിധിയെ അതിലംഘിക്കുക. അപ്പം പരിധി ലംഘിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് തഖ്വ. പരിധിക്കുള്ളിൽ നിൽക്കുക, മനുഷ്യൻ്റെ പരിധിയുടെ ഉള്ളിൽ നിൽക്കുക. മനുഷ്യത്വത്തിൻ്റെ അള്ളാഹു പ്രകൃതിപരമായിട്ട് നൽകിയ, ഇന്നേറ്റായിട്ട് നൽകിയ മനുഷ്യൻ്റെ ക്വാളിറ്റിക്ക് ഉള്ളിൽ നിൽക്കുക. അങ്ങനെ മനുഷ്യന് ഇന്നേറ്റായിട്ട് തന്നെ മനുഷ്യന് കുറേ ക്വാളിറ്റീസ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ മനുഷ്യൻ കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ അവന് തഖ്വയുള്ളവനാണ്. അതൊക്കെ നിലനിർത്തുമ്പോൾ അങ്ങനെ തഖ്വയുള്ള ആളുകൾക്കാണ് ഹിദായത്ത് ലഭിക്കുക. അവർക്ക് ഹിദായത്ത് ലഭിച്ചു കഴിഞ്ഞാൽ അവരുടെ തഖ്വ വർദ്ധിക്കുകയും കൂടുതൽ ഹിദായത്തിന് അവർ എലിജിബിൾ ആകുകയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ മുത്തഖീങ്ങൾക്കുള്ള ഹുദനാണ്, അവർക്കുള്ള സന്മാർഗമാണ് ഇനി ഈ പറയുന്ന സന്മാർഗമാണ് ഇതിലുള്ളത്. അത്തരം മുത്തഖീങ്ങൾക്ക്